നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജന്യ. കുറെ ആളുകൾ നേരിടുന്ന പ്രശ്നമാണല്ലേ മുടിക്ക് ഉള്ളില്ലാതാവുക, മുടി പൊട്ടുക, മുടി വളരാതാവുക, മുടിക്ക് കളറില്ലാതാവുക തുടങ്ങിയവയൊക്കെ. ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരവുമായിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത്. ഇതിനായിട്ട് നാടൻ രീതിയിലുള്ള ഒരു കാച്ചിയ എണ്ണയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ എണ്ണ തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ കാണാം. ഈ ഒരു എണ്ണ തയ്യാറാക്കാൻ എന്തൊക്കെ ചേരുവകളാണ് വേണ്ടതെന്ന് ഓരോന്നായിട്ട് പരിചയപ്പെടാം. പ്രധാനമായിട്ട് വേണ്ടത് കറിവേപ്പിലയാണ്. തലമുടി വളരാൻ സഹായിക്കുന്ന ഘടകങ്ങൾ കറിവേപ്പിലയിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ ധാരാളം ആന്റി ഓക്സിഡൻസും പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട്. ഇത് തലമുടി ആരോഗ്യമുള്ളതാകാനും കരുത്തുള്ളതാക്കാനും സഹായിക്കുന്നു. അടുത്തതായിട്ട് വേണ്ടത് വെളിച്ചെണ്ണയാണ്. തലയോട്ടി മോയ്സ്ചറൈസ് ചെയ്യാനും ഡാൻഡ്രഫ് തടയാനും മുടി പൊട്ടുന്നത് തടയാനും വെളിച്ചെണ്ണ സഹായിക്കും. അടുത്തതായിട്ട് വേണ്ടത് ആവണക്കെണ്ണയാണ്. ഇത് സ്കാൽപ്പിൽ തേച്ച് മസാജ് ചെയ്യുന്നത് ബ്ലഡ് സർക്കുലേഷൻ കൂടാനും അതുവഴി തലമുടി വളരാനും കാരണമാകും. ഇനി വേണ്ടത് ചെറുതായി അരിഞ്ഞ സവാളയാണ്. മുടി കൊഴിയുന്നത് തടയുകയും മുടി കട്ടിയുള്ളതായി വളരാനും ഇത് സഹായിക്കും. സവാളയിൽ അടങ്ങിയ സൾഫർ കൊളാജിൻ ഉൽപാദനം പ്രൊമോട്ട് ചെയ്യുന്നു. കൊളാജിൻ ആരോഗ്യമുള്ള സ്കിൻ സെൽസ് ഉണ്ടാകാനും ഹെയർ ഗ്രോത്തിനും സഹായിക്കും. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുക എന്ന് നോക്കാം. അതിനായിട്ടൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് ചൂടാകുമ്പോഴേക്കും ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അരച്ച കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതും ചേർത്തിട്ടുണ്ട്. അടുത്തതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയാണ് ചേർക്കേണ്ടത്. ഇത് രണ്ടും കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് മറ്റൊന്നുകൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് ഉലുവാപ്പൊടിയാണ്. മുടി വളരാനും താരൻ പോകാനും ഇത് വളരെ നല്ലതാണ്. അപ്പോൾ ഉലുവാപ്പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി യോജിപ്പിച്ച് കൊടുക്കുക. എണ്ണ നന്നായി കുറഞ്ഞ തീയിൽ തന്നെ ചൂടാവാൻ അനുവദിക്കണം. ഏകദേശം 20-25 മിനിറ്റിന് ശേഷം നമുക്ക് ഈ ഒരു പാകത്തിന് കിട്ടും. ഇതിൻ്റെ സത്തെല്ലാം ഈ എണ്ണയിലേക്ക് അടിഞ്ഞിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാനായിട്ട് വിടുക. എണ്ണയൊന്ന് ചൂടാറി കഴിയുമ്പോഴേക്കും ഒരു ബൗളിലേക്ക് ഇതുപോലെ ഒരു തുണി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് എണ്ണ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ തുണിയിൽ അരിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മളിവിടെ ചൂടാറിയ എണ്ണ എടുത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് കരടൊന്നും ചാടാതെ ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക. നമ്മളിവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കാസ്റ്റർ ഓയിലാണ് ചേർക്കാനുള്ളത്. ഏകദേശം 3 സ്പൂൺ കാസ്റ്റർ ഓയിലാണ് ഇവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ആവണക്കെണ്ണ ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇവിടെ കാച്ചിയ എണ്ണ തയ്യാറായി കഴിഞ്ഞു. ഇത് വെള്ളമൊന്നുമില്ലാത്ത ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് സൂക്ഷിക്കാം. നന്നായി അടച്ച് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിൽ വേണം. ഇത് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇതിപ്പോൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ വളരെ കുറച്ച് എണ്ണ മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇത് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ കയ്യിലെടുത്തതിന് ശേഷം തലയോട്ടിയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. തലയോട്ടിയുടെ എല്ലാ ഭാഗത്തും പറ്റുന്ന രീതിയിലാണ് ഇത് മസാജ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മുടി പൊട്ടുന്നതും മുടിയുടെ അറ്റം പിളരുന്നതും ഒക്കെ ഈ ഒരു എണ്ണ ഉപയോഗിച്ച് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഏറ്റവും നന്നായിട്ട് തലയോട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്യുക. അതിനുശേഷമാണ് മുടിയിലേക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എണ്ണ മസാജ് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ എണ്ണ നമ്മൾ തേച്ചതിന് ശേഷം 30 മിനിറ്റ് മുടിയിൽ വെച്ചതിന് ശേഷമാണ് കഴുകി കളയേണ്ടത്. അപ്പം മുടി വളരാനും മുടിക്ക് കറുപ്പ് കിട്ടാനും മുടിയുടെ ഉള്ളു കൂടാനും ഒക്കെ ഇത് നല്ലതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.